ആരാടായി രാഹുൽ ഗാന്ധി? ചോദിച്ചത് മാത്രമേ ബി.ജെ.പി. നേതാക്കൾക്ക് ഓർമ്മയുള്ളൂ. ഇടതുനിന്നും വലത്തുനിന്നും ആക്രമണമായിരുന്നു. പോലീസുകാരുടെ ജലപീരങ്കിയേറ്റ് തിരിച്ചോടേണ്ടി വന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പോലും. പ്രധാനമന്ത്രിയുടെ വസതിക്കു മുന്നിൽ കോൺഗ്രസ് നടത്തിയ കുത്തിരിപ്പ് സമരത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്തെ കെ.പി.സി.സി. ആസ്ഥാനത്തേക്ക് ബി.ജെ.പി. പ്രവർത്തകർ നടത്തിയ മാർച്ചിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. ആരാടായി രാഹുൽ ഗാന്ധി, ഏതവനാടാ രാഹുൽ ഗാന്ധി എന്നൊക്കെ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചാണ് ബി.ജെ.പിക്കാർ കെ.പി.സി.സി. ആസ്ഥാനത്തേക്ക് പാഞ്ഞെത്തിയത്. ഇതിനിടെ പോലീസ് വനിതാ പ്രവർത്തകയുടെ മുഖത്തടിച്ചെന്ന് ബി.ജെ.പി. തിരിച്ചാരോപിച്ചുവെങ്കിലും എല്ലാം പക്ഷേ പ്രതിഷേധ സമരത്തിൽ മുങ്ങിപ്പോയി. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് കലാപ നീക്കം നടത്തി എന്നാരോപിച്ചാണ് ബി.ജെ.പി. മാർച്ച് നടത്തിയത്. നേരത്തെ മാർച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന അധ്യക്ഷൻ ബാരിക്കേഡിനരികിലേക്ക് വന്നത്. ഇതോടെ കേരള പോലീസ് തിരിച്ചടിക്കുകയായിരുന്നു. രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കാൻ കോൺഗ്രസിനെ സമ്മതിക്കില്ലെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും മുതിർന്ന നേതാക്കളെയും ഡൽഹി പോലീസ് ബലം പ്രയോഗിച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. പോലീസ് അതിക്രമത്തിൽ വൈകിട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിനെ ഡൽഹിയിൽ കൈകാര്യം ചെയ്തതിന് സമാനമായ രീതിയിലാണ് കേരളത്തിലെ ബി.ജെ.പിക്കിട്ട് പോലീസ് കൊടുത്തത്. ദൃശ്യങ്ങൾ കാണാം. കണ്ണായി